കലകളാൽ നീർസഥ കരചാലിയാറിൻ കഥ കൈകോർത്തതില്ലീ വ്യഥ കൊതിയോതി വന്നീതിതാ. കലകളാൽ നീർസഥ കരചാലിയാറിൻ കഥ കൈകോർത്തതില്ലീ വ്യഥ കൊതിയോതി വന്നീതിതാ. സാഹിത്യോത്സവ് നിലമ്പൂർ സാഹിത്യോത്സവ്, സാഹിത്യോത്സവ് നിലമ്പൂർ സാഹിത്യോത്സവ്. അതര മധുര മൊഴിയഴകതിലൊഴുകാൻ സാഹിത്യോത്സവ് നിലമ്പൂർ സാഹിത്യോത്സവ്, സാഹിത്യോത്സവ് നിലമ്പൂർ സാഹിത്യോത്സവ്. കെട്ടി മിനുക്കി വൈദ്യർ കൊട്ടുന്നു ദഫിൻ, ധ്വനികൾ മീട്ടുന്നു മധുഹിൻ, ശ്രുതികൾ നേട്ടങ്ങൾ മുന്നിൽ പറയാൻ SSF അഖില ജനമനമതറിയും ചന്തം. അറിവ് നിറയും ബഹറതിലൊരു തങ്കം, മനമേലൊളിയും കലയെ തെളിച്ചിടാം. ആരവമെങ്ങും പൊങ്ങുന്നേ ഹൈറിൻ നാമ്പുകൾ ഉണരുന്നേ, സർഗലയങ്ങൾ തീർക്കുന്നേ. സാഹിത്യോത്സവ് നിലമ്പൂർ സാഹിത്യോത്സവ്, സാഹിത്യോത്സവ് നിലമ്പൂർ സാഹിത്യോത്സവ്, സാഹിത്യോത്സവ് നിലമ്പൂർ സാഹിത്യോത്സവ്, സാഹിത്യോത്സവ് നിലമ്പൂർ സാഹിത്യോത്സവ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم وصل وبلغ مثل ثواب ما قرأناه من القرآن العظيم من هدية واصلة ورحمة نازلة وبركة شاملة. أولا إلى حضرة روح نبينا وسيدنا ومولانا ومرشدنا محمد صلى الله عليه وسلم، وإلى حضرة جميع أهل خير كلهم أجمعين، خصوصا من ماتوا منا يا رب العالمين. اللهم اغفر لنا وارحمنا وبارك لنا ولوالدينا ولأساتذتنا ولمن أعاننا ولمن أوصانا ولجميع أمة محمد صلى الله عليه وسلم، وقنا ربنا شر ما قضيت. اللهم افتح لنا أبواب الخير وبركة والسلامة والهداية في الدين والدنيا والآخرة. اللهم بارك لنا في كل أمورنا خصوصا في أمرنا هذا يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം ജില്ലാ അധ്യക്ഷൻ കുറ്റമ്പാറ ഉസ്താദ്, കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ സെക്രട്ടറി ജമാൽ മാസ്റ്റർ കരുളായി, മറ്റു പ്രാസ്ഥാനിക നേതാക്കൾ, ഡിവിഷൻ ഭാരവാഹികൾ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, അൽഹംദുലില്ലാഹ് വലിയ ഒരു ചരിത്ര മുന്നേറ്റത്തിന് നമ്മളിവിടെ തുടക്കം കുറിക്കുകയാണ്. അകന്നിരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഈ ഒരു മഹാമാരി കാലത്തും
വിദ്യാർത്ഥികളിൽ അന്തർലീനമായി കിടക്കുന്ന സർഗസിദ്ധികളെ പരിപോഷിപ്പിക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യം SSF ഈ ഒരു സമയത്ത് ഏറ്റെടുക്കുകയാണ്. എല്ലാ വർഷവും നമ്മൾ ആഘോഷപൂർവ്വം നടത്തപ്പെടുന്ന നമ്മുടെ ഏഷ്യയിലെ ഏറ്റവും വലിയ ഇസ്ലാമിക കലാമാമാങ്കം എന്ന് നമ്മൾ വിശേഷിപ്പിക്കപ്പെടുന്ന സാഹിത്യോത്സവ്, അതിന്റെ 28ാമത് എഡിഷൻ സാഹിത്യോത്സവ് ഇൻഷാ അല്ലാഹ് ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. നമുക്കറിയാം, വർഷം തോറും നമ്മൾ വളരെയധികം ആഘോഷപൂർവവും ആർഭാടപൂർവവുമായ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ സാഹിത്യോത്സവങ്ങൾ നടന്നു വരാറുള്ളത്. ഈ ഒരു മഹാമാരി കാലത്ത് പ്രൗഢി അല്പം പോലും ചോർന്നു പോവാതെ തന്നെ ലഭ്യമാകുന്ന സംവിധാനങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തി നമ്മൾ നമ്മുടെ സാഹിത്യോത്സവ് ആഘോഷിക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ പാടിയും പറഞ്ഞും വരച്ചും രചിച്ചും വിദ്യാർത്ഥികളിൽ അന്തർലീനമായി കിടക്കുന്ന ഈ ഒരു സർഗ കഴിവുകളെ എത്ര കണ്ട് പരിപോഷിപ്പിച്ച് അത് സമൂഹത്തിന്റെ മുന്നിലേക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കും എന്നുള്ള ഒരു വലിയ ലക്ഷ്യമാണ് SSF ഇവിടെ മുന്നോട്ട് വെക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇവിടെ പ്രഖ്യാപിക്കാനിരിക്കുന്ന സാഹിത്യോത്സവ് ഈ സമീപകാലത്ത് നമ്മൾ വിദ്യാഭ്യാസപരമായും സാംസ്കാരികപരമായും സന്നദ്ധപരമായിട്ടും ഒരുപാട് പദ്ധതി പ്രവർത്തനങ്ങൾ നമ്മുടെ വ്യത്യസ്ത സമിതിക്ക് കീഴിൽ നടത്തപ്പെട്ടതിന്റെ ഒരു തുടർച്ചയായി കൂടിയാണ് നമ്മുടെ സാഹിത്യോത്സവം ഇവിടെ പ്രഖ്യാപിക്കുന്നത് എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് സുദീർഘമായിട്ടുള്ള സംസാരത്തിലേക്ക് കിടക്കുന്നില്ല. ഈ മഹത്തായ സംഗമത്തിന്റെ അധ്യക്ഷത കർമ്മം നിർവഹിക്കുന്നത് ഡിവിഷൻ പ്രസിഡന്റ് ബഹുവന്നരായ ഹാരിസ് സഖാഫി ഉസ്താദ് അവറുകളാണ്. ഹൃദ്യമായി സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ നമ്മുടെ ഡിവിഷൻ സാഹിത്യോത്സവ് പ്രഖ്യാപന സംഗമത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ സെക്രട്ടറി KP ജമാൽ മാസ്റ്റർ കരുളായി അവറുകളാണ്. ഹൃദ്യമായി ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡിവിഷൻ സാഹിത്യോത്സവിന്റെ ഔപചാരിക പ്രഖ്യാപനം നടത്തിക്കൊണ്ട് നമ്മെ അഭിസംബോധന ചെയ്യുന്നത് കേരള മുസ്ലിം ജമാഅത്തിന്റെ അധ്യക്ഷൻ കുറ്റമ്പാറ ഉസ്താദ് അവറുകളാണ്. ഹൃദ്യമായി സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 2021 സാഹിത്യോത്സവിലെ സാഹിത്യോത്സവ സമിതിയെ പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നത് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ മലപ്പുറം ഈസ്റ്റ് ജില്ലാ സെക്രട്ടറി ഷാഹിദ് മുനീർ ചാലിയാർ അവറുകളാണ്. ഹൃദ്യമായി സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം മറ്റു ഡിവിഷൻ ഭാരവാഹികളെയും പ്രിയപ്പെട്ട പ്രാസ്ഥാനിക നേതാക്കളെയും പ്രിയപ്പെട്ട കൂട്ടുകാരെയും ഒക്കെ ഈ സംഗമത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷനെ ക്ഷണിച്ച് വാക്കുകൾ ചുരുക്കുന്നു. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വളരെ സന്തോഷം നൽകുന്ന ഒരു പ്രഖ്യാപനത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കാനിരിക്കുന്നത്. അതിനിടയിൽ സുദീർഘമായ ഒരു സംസാരത്തിന് മുതിരുന്നില്ല. നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ഒരു പദ്ധതിയാണ് സാഹിത്യോത്സവം എന്ന് പറയുന്നത്. പൊതുജനങ്ങൾക്ക് കൂടുതലായി നമ്മുടെ സംഘടനയെ പരിചയപ്പെടാനും നമ്മുടെ കൂട്ടുകാർക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും അതോടൊപ്പം നമ്മുടെ സംഘടനയിലേക്ക് കൂടുതൽ അടുത്തിടപഴകാനുമൊക്കെയുള്ള വലിയ സാഹചര്യങ്ങൾ സാഹിത്യോത്സവിലൂടെ സാധ്യമാകുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് തന്നെയാണ് കോവിഡ് എന്ന മഹാമാരിയും മറ്റു പ്രയാസങ്ങളുമൊക്കെ നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ പ്രസ്ഥാനം സാഹിത്യോത്സവമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഓഫ്ലൈനായി നമുക്ക് നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ നമുക്ക് ഓഫ്ലൈൻ ആയിട്ടും ഇല്ലെങ്കിൽ ഓൺലൈൻ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി നമുക്ക് ഓൺലൈൻ ആയിട്ടും ഗംഭീരമായി നമ്മുടെ സാഹിത്യോത്സവം നടത്തേണ്ടതുണ്ട്. അല്ലാഹു നമ്മൾ ആഗ്രഹിക്കുന്നതിലപ്പുറം നമ്മുടെ എല്ലാ പദ്ധതി പ്രവർത്തനങ്ങളും വിജയിപ്പിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് സുദീർഘമായി സംസാരിക്കുന്നില്ല. നമ്മുടെ സാഹിത്യോത്സവിന്റെ ഡേറ്റും മറ്റു കാര്യങ്ങളൊക്കെ ബഹുമാനപ്പെട്ട കൂറ്റമ്പാറ ഉസ്താദ് ഇവിടെ പ്രഖ്യാപിക്കും. അതോടൊപ്പം നമുക്ക് ഉദ്ഘാടനം ചെയ്യുന്നത് കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ സെക്രട്ടറി ജമാൽ സാർ അവറുകളാണ്. അതുപോലെ ഡിവിഷൻ സമിതി പ്രഖ്യാപിക്കുന്നത് നമ്മുടെയൊക്കെ സുപരിചിതനായ
മലപ്പുറം ഈസ്റ്റ് ജില്ല SF സെക്രട്ടറി മുനീർ സാറാണ്. ഇൻഷാ അല്ലാഹ് സുദീർഘമായി സംസാരിക്കുന്നില്ല. നമ്മുടെ ഈ ഒരു പ്രഖ്യാപന സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം ജില്ലാ സെക്രട്ടറി ജമാൽ സാർ അവറുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഏറ്റവും പ്രിയപ്പെട്ട SSFന്റെ കർമ്മധീരരായ പ്രവർത്തകരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സാഹിത്യം സമൂഹ നന്മക്ക് എന്ന ശീർഷകത്തിൽ കഴിഞ്ഞ 27 സംവത്സരങ്ങളായി ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിവരുന്ന സാഹിത്യ മേളയാണല്ലോ SSF സാഹിത്യോത്സവം. ഏത് പ്രതിസന്ധി കാലഘട്ടത്തിലും നമ്മുടെ വിദ്യാർത്ഥികളിൽ അന്തർലീനമായി കിടക്കുന്ന അവന്റെ സർഗശേഷിയെ, കഴിവുകളെ പരിപോഷിപ്പിച്ച് അത് നാടിനും സമൂഹത്തിനും സമുദായത്തിനും ഉപകരിക്കുന്ന പ്രദമാക്കി മാറ്റാനുള്ള ശക്തമായ നിലപാടാണ് ഈ കോവിഡ് കാലഘട്ടത്തിലും കൃത്യസമയത്ത് തന്നെ ഷെഡ്യൂൾ ചെയ്ത പ്രകാരം സാഹിത്യോത്സവങ്ങൾ നടത്താനുള്ള SSFന്റെ തീരുമാനം. ഇതിനെ നമുക്ക് ശക്തമായി പിന്തുണയ്ക്കാം. അതുകൊണ്ട് തന്നെ നമ്മുടെ മുഴുവൻ യൂണിറ്റിലെയും വിദ്യാർത്ഥികളെ അവരുടെ കഴിവനുസരിച്ച് ഇതിൽ പങ്കാളികളാക്കുകയും അതിലൂടെ മത്സരം സജീവമാക്കി യൂണിറ്റിലും സെക്ടറുകളിലും നന്നായി മാറ്റുരച്ച് തുടർന്ന് ഓഗസ്റ്റിൽ നടക്കുന്ന നമ്മുടെ ഡിവിഷൻ സാഹിത്യോത്സവം നമ്മുടെ ഈ പ്രദേശത്തിന്റെ ഏറ്റവും വലിയ കലോത്സവമാക്കി മാറ്റാൻ ഇന്നത്തെ ഈ സംരംഭത്തോടെ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിന്റെ ഈ പ്രഖ്യാപന സമ്മേളനം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വിശുദ്ധ വാക്യത്തിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും ബഹുമാനവും സ്നേഹവുമുള്ള സഹോദരങ്ങൾ, സഹോദരികൾ, കേരളത്തിൽ വളരെ സുശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ധാർമ്മിക വിദ്യാർത്ഥി വിപ്ലവ പ്രസ്ഥാനമാണ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ. കേരളത്തിന്റെ മഹല്ലുകൾ കേന്ദ്രീകരിച്ച് മഹല്ലുകൾ തോറും യൂണിറ്റ് കമ്മിറ്റികളും നമ്മുടെ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് സർക്കിൾ കമ്മിറ്റികളും വിവിധ പഞ്ചായത്തുകൾ ചേർന്ന് ഡിവിഷൻ കമ്മിറ്റികളും ഡിവിഷനുകൾ ചേർന്ന് ജില്ലാ കമ്മിറ്റികളും സുശക്തമായ ഒരു സംസ്ഥാന കമ്മിറ്റിയും ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന അഖിലേന്ത്യാ കമ്മിറ്റിയും അടക്കം ഇന്ത്യ മഹാരാജ്യത്തിന്റെ വിദ്യാഭ്യാസ, ജനക്ഷേമ രംഗങ്ങളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ച് പുതിയ തലമുറയെ വ്യവസ്ഥാപിതമായും ക്രിയാത്മകമായും വളർത്തിയെടുക്കുന്നതിൽ സജീവ സാന്നിധ്യമാണ് SSF. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാവരാലുമുള്ള പ്രശംസ അറിയിക്കുന്ന ഒരു പ്രവർത്തനമാണ് സാഹിത്യോത്സവം. ജന്മന
അള്ളാഹു മനുഷ്യരിൽ നിക്ഷേപിച്ചിരിക്കുന്ന വിവിധ കഴിവുകളുണ്ട്. ആ കഴിവുകളെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു മത്സര ബുദ്ധിയോടുകൂടെ അതിനെ വളർത്തിയെടുക്കുക. സമൂഹത്തിന് ഉപകരിക്കുന്ന എഴുത്തുകാർ, സമൂഹത്തിന് ഉപകരിക്കുന്ന പ്രസംഗകർ, സമൂഹത്തിന് ഉപകരിക്കുന്ന സാംസ്കാരിക നായകർ, സമൂഹത്തിന് ഉപകരിക്കുന്ന ഭരണ നേതൃത്വത്തിലേക്ക് ഉയർന്നു വരേണ്ട വ്യക്തിത്വങ്ങൾ, മാനുഷിക മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ജീവിത ശൈലി പരിശീലിപ്പിച്ച് വളർത്തിയെടുത്ത യുവാക്കൾ, ഇതെല്ലാം ആണ് SSFന്റെ പ്രവർത്തന ഫലമായി രാജ്യത്ത് നേടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു സാഹിത്യകലയുടെ പരിപോഷണത്തിന് സാഹിത്യോത്സവം. ശബ്ദമില്ലാത്തവന്റെ ശബ്ദമാണ് സാഹിത്യം. അടിച്ചമർത്തപ്പെട്ടവന്റെ വിപ്ലവ സ്വരമാണ് സാഹിത്യം. അറിവില്ലാത്തവന്റെയും അധസ്ഥിത വിഭാഗത്തിന്റെയും മുദ്രാവാക്യമാണ് സാഹിത്യം. ഈ സാഹിത്യത്തെ കഥയിലൂടെ, ചെറുകഥകളിലൂടെ, പാട്ടിലൂടെ, കവിതയിലൂടെ, പ്രസംഗത്തിലൂടെ, പ്രബന്ധങ്ങളിലൂടെ, യൂണിറ്റ് തലങ്ങളിൽ, സർക്കിൾ തലങ്ങളിൽ, ഡിവിഷൻ തലങ്ങളിൽ, അങ്ങനെ ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ് തലങ്ങളിൽ വളരെ വലിയ മത്സരങ്ങളിലൂടെ പരിപോഷിപ്പിക്കുന്നതാണ് സാഹിത്യോത്സവം. അൽഹംദുലില്ലാഹ്, ലോക്ക്ഡൌൺ, COVID-19 പ്രതിസന്ധിയുടെ ഭാഗമായി നിറഞ്ഞു നിൽക്കുന്ന സമയത്തും SSF അതിന്റെ കർമ്മഗോതയിൽ സജീവമായി മുന്നോട്ട് നീങ്ങുകയാണ്. അതിന്റെ ഭാഗമായി ഈ വർഷത്തെ സാഹിത്യോത്സവം ഓഗസ്റ്റ് 20, 21, 22 തീയതികളിലാണ് നിലമ്പൂർ ഡിവിഷൻ നടത്താൻ പോകുന്നത്. ഒരിക്കൽ കൂടി ഡേറ്റ് പ്രഖ്യാപിക്കുന്നു. നിലമ്പൂർ ഡിവിഷൻ സാഹിത്യോത്സവ് ഓഗസ്റ്റ് 20, 21, 22. മത്സരാർത്ഥികളും അവരെ പ്രോത്സാഹിപ്പിക്കുന്നവരും അവരെ സഹായിക്കുന്നവരും അവർക്കൊപ്പത്തിനൊപ്പം നിൽക്കുന്ന പ്രസ്ഥാന കുടുംബത്തിലെ അംഗങ്ങളും അതേപോലെ നാട്ടിലെ പൊതു സഹോദരങ്ങളും ഓർമ്മിച്ചു വെക്കുക. ഒരിക്കൽ കൂടി ഉണർത്തുന്നു, നിലമ്പൂർ ഡിവിഷൻ സാഹിത്യോത്സവ് ഓഗസ്റ്റ് 20, 21, 22. റബ്ബ് തആല ഖൈറായ വിജയം നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്, 2021 SSF നിലമ്പൂർ ഡിവിഷൻ സാഹിത്യോത്സവ് പ്രഖ്യാപിക്കപ്പെട്ട ഈ ധന്യമായ വേദിയിൽ SSFക്കാരൻ്റെ മൂന്നാം പെരുന്നാൾ എന്ന് നാം വിളിക്കുന്ന യൂണിറ്റ്, ബ്ലോക്ക് തലങ്ങൾ മുതൽ സംസ്ഥാന തലം വരെ നടക്കുന്ന വ്യത്യസ്ത മത്സരങ്ങളിലൂടെ വളരെ കൃത്യമായിക്കൊണ്ട് ആസൂത്രണ മികവോടുകൂടി നാം നടത്തപ്പെടുന്ന ഈ സാഹിത്യോത്സവ് ഡിവിഷൻ തലത്തിൽ അതിൻ്റെ സമിതി നിലവിൽ വന്നിരിക്കുകയാണ്. 3 സമിതികളിലായി നിലമ്പൂർ ഡിവിഷൻ സാഹിത്യോത്സവത്തിന് ചുക്കാൻ പിടിക്കുന്ന വ്യത്യസ്ത സമിതികളെ ഇവിടെ പ്രഖ്യാപിക്കുന്നു. പ്രോഗ്രാം സമിതി, ചെയർമാൻ മുജീബ് അസ്ഹരി, കൺവീനർ അജ്മൽ സഖാഫി, അംഗങ്ങൾ സാബിത് സഖാഫി, അംജദ് ചാലിയാർ.
ക്വാളിറ്റി സെൽ സമിതി. ചെയർമാൻ സയ്യിദ് ജുനൈദ് സഖാഫി, കൺവീനർ സ്വാദിഖ് അലി സഖാഫി. അംഗങ്ങളായി അംജദി അടവണ്ണ, സൽമാൻ ഫാരിസ്. സാങ്കേതിക സമിതി. ചെയർമാൻ സ്വാലിഹ് മമ്പാട്, കൺവീനർ അസ്ഹദ് കരുളായി. അംഗങ്ങളായി സഫ്വാൻ സഖാഫി, അഷ്ഫഖ് എടവണ്ണ. ആഗസ്റ്റ് 20, 21, 22 തീയതികളിൽ നടക്കുന്ന നിലമ്പൂർ ഡിവിഷൻ സാഹിത്യോത്സവിൻ്റെ സമിതികളെ ഇവിടെ പ്രഖ്യാപിച്ചതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനപ്പെട്ട വിശിഷ്ട വ്യക്തിത്വങ്ങളെ, അൽഹംദുലില്ലാ SSF 28ാമത് നിലമ്പൂർ ഡിവിഷൻ സാഹിത്യോത്സവ് പ്രഖ്യാപിതമായി. 28 വർഷക്കാലമായി SSF സാഹിത്യോത്സവ് കൊണ്ടാടുന്നു. ഓരോ വർഷവും വളരെ വ്യത്യസ്തമായ രീതിയിൽ തന്നെ സാഹിത്യോത്സവ് നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ വർഷവും വളരെ ഗംഭീരത്തോടുകൂടെ ഈ സാഹചര്യത്തിലും നമുക്ക് സാഹിത്യോത്സവ് നമുക്ക് നടത്തണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. ഇന്ന് ഈ സദസ്സിൽ സംഗമത്തിൽ അധ്യക്ഷനിരിക്കുന്നത് SF നിലമ്പൂർ ഡിവിഷൻ പ്രസിഡന്റ് ഹാരിസ് അലി സഖാഫി ഉസ്താദ് അവറുകളാണ്. അദ്ദേഹത്തിന് ആദ്യമായി നന്ദി അർപ്പിക്കുന്നു. ഇന്ന് ഈ സദസ്സിൽ ഔപചാരികമായ ഉദ്ഘാടനം നടത്തിയിട്ടുള്ളത് ജമാൽ മാസ്റ്റർ കരുളായി അവറുകളാണ്. അദ്ദേഹത്തിനും നന്ദി അർപ്പിക്കുന്നു. ഇന്ന് ഈ സദസ്സിൽ SF 28ാമത് നിലമ്പൂർ ഡിവിഷൻ സാഹിത്യോത്സവ് പ്രഖ്യാപിച്ചിട്ടുള്ളത് കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ കൂടിയായ കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി ഉസ്താദ് അവറുകളാണ്. അദ്ദേഹത്തിനും നന്ദി അർപ്പിക്കുന്നു. സമിതി പ്രഖ്യാപനം നടത്തുന്നത് മലപ്പുറം ഈസ്റ്റ് ജില്ലാ സെക്രട്ടറി കൂടിയായ ഷാഹിദ് മുനീർ സാർ അവറുകളാണ്. അദ്ദേഹത്തിനും നന്ദി അർപ്പിക്കുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ വ്യക്തിത്വങ്ങൾക്കും ഒറ്റവാക്കിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഹരിതം നിറയും സുന്ദര നാട്ടിൽ ഹരമായി സാഹിത്യോത്സവമായി വരയും വരിയും വർണ്ണന തീർക്കും മധുവേഗം സുദിനം വരവായി. ഹരിതം നിറയും സുന്ദര വീട്ടിൽ ഹരമായി സാഹിത്യോത്സവമായി വരയും വരിയും വർണ്ണന തീർക്കും മധുവേഗം സുദിനം വരവായി. അതിരുകളില്ല മതസൗഹാർദ്ദ പുകളി നാടിനായി വന്നിത സാഹിത്യോത്സവിത സ്നേഹ സന്ദേശത്തേരിലായി. വന്നിത സാഹിത്യോത്സവിത സ്നേഹ സന്ദേശത്തേരിലായി.